നമസ്കാരം അതിന്റെ സമയത്തല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം നിസ്കരിച്ചാൽ, സമയത്തല്ലാതെ ആ സമയത്തെ വിട്ട് പിന്തിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ, നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ സമയത്തല്ല നിസ്കരിക്കുന്നത്, ആ നമസ്കാരത്തിന് പ്രകാശമില്ല, ഇരുളായി മാറുകയാണ്. ആ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോ തുറത്തുൽ മലായികതു സ്വലാതഹു, ആ നമസ്കാരത്തെ മലക്കുകൾ തിരിച്ചയക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, പഴയ തുണി ചുരുട്ടുന്നത് പോലെ അവന്റെ നിസ്കാരത്തെ മലക്കുകൾ ചുരുട്ടുകയാണ്. തുറത്തുൽ മലായികതു നമസ്കരിച്ചവന്റെ മുഖത്തേക്ക് തന്നെ ആ നമസ്കാരത്തെ മലക്കുകൾ റിട്ടേൺ അയക്കുകയാണ്. നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് നിലകൊള്ളുന്ന മനുഷ്യന്റെ നമസ്കാരമാണ്. ഏത് സമയത്തോ തോന്നുന്നത് പോലെ നമസ്കരിക്കുന്ന നിസ്കാരമില്ലയോ, ആ നമസ്കാരത്തിന് കബൂലിയത്തില്ല, സ്വീകാര്യതയില്ല. ആ നമസ്കാരം വന്ന് നിനക്കെതിരായി ദുആ ചെയ്യുകയാണ്. ലയ്യകല്ലാഹു കമാ ലയ്യതനീ, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ബലാകൾ ഉണ്ടാവട്ടെ എന്ന് നിസ്കാരം നിനക്കെതിരായി ദുആ ചെയ്യുമെന്നും നബിയുനാ റസൂലുള്ളാഹി. നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ നിസ്കാര സമയത്തല്ല, അതിന്റെ പേരിൽ നിസ്കാരം നമുക്കെതിരായി ദുആ. ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാരും നിസ്കാരക്കാരാണ് പക്ഷെ സമയത്തില്ല. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കാൻ, നിസ്കാരത്തെ അതിന്റെ സമയത്തെ വിട്ട് വഖത്തുകളെ വിട്ട് പിന്തിക്കുന്ന ആളുകൾക്ക് വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോഴാണ് നിസ്കരിച്ചത്? സുബഹി നിസ്കരിച്ചത് ളുഹറിന്റെ സമയത്ത്, ളുഹർ അസറിന്റെ സമയത്ത്. എത്രയോ സഹോദരിമാരുണ്ട് അസറിന്റെ സമയത്തിലേക്ക് വെച്ച് ളുഹർ പിന്തിക്കും. അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പേ ഒന്നുകൊടുത്ത് കുളിച്ച് റെഡിയായി ളുഹർ നിസ്കരിക്കും. എത്രയോ ഉമ്മമാരുണ്ട്, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുവരുന്നവരുണ്ട്. വലിയ വിഷയമാണ്. നിസ്കാരം കബൂലാക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 3 വിഭാഗം ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല, അല്ലാഹു കബൂലാക്കില്ല സ്വഹാബ. അതിൽ പെട്ടതാണ് നമസ്കാരത്തെ എപ്പോഴും സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരുടെ നമസ്കാരം അല്ലാഹു കബൂലാക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്ഥിരമായി അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം തന്നെ അല്ലാഹുക്ക് വേണം. വല്ലപ്പോഴും അങ്ങനെ ഉണ്ടായി, ഒരു യാത്ര കാരണം അല്പം ഒന്ന് ബന്ധിപ്പോയി, അതല്ല. സ്ഥിരം അങ്ങനെ തന്നെ. എപ്പോഴും ളുഹർ നിസ്കരിക്കപ്പെടാം അസ്ർ ബാങ്കിന് തൊട്ടു മുമ്പ്, എപ്പോഴും അസ്ർ നിസ്കരിക്കപ്പെടാം മഗ്‌രിബിന് തൊട്ടു മുമ്പ്. അങ്ങനെ ചില ശീലമുണ്ട്. ചില കച്ചവടക്കാരുണ്ട്, രാവിലെ കടയിൽ പോകും, സുബൈക്ക് ചിലപ്പോൾ പള്ളിയിലുണ്ടാകും, പിന്നെ ളുഹറും അസ്റും മഗ്‌രിബും ഒക്കെ നിസ്കരിക്കുന്നത് ഇശായിനോടൊപ്പം പള്ളി തന്നെ നിസ്കരിക്കും. ഒക്കെ ജമ്പ് ചെയ്ത് നിസ്കരിക്കും ഒറ്റയടി. അതുവരെ കടയൊക്കെ തുറന്നു വെച്ച് നല്ല റാഹത്തായിട്ട് കച്ചവടം കിട്ടി. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്ന് ഒന്നുമൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കാര്യമായി ഫാനൊക്കെ ഇട്ട് പള്ളിക്കകത്തിരുന്ന് ഫുള്ള് നിസ്കരിക്കാം, എല്ലാം നിസ്കരിക്കും. പക്ഷെ സ്ഥിരമായിട്ടുള്ള പരിപാടി എന്താ? എപ്പോഴും തന്നെ പരിപാടി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു താബികളിൽ പെട്ടതായ വ്യക്തിയല്ലയോ. കാന അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു ഇദാ ദഖല ശഅബാനു, പരിശുദ്ധമായ ശഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അഗ്ലഖ തിജാറതഹു, അദ്ദേഹത്തിന്റെ കച്ചവടം മുഴുവനും ഒഴിവാക്കുകയാണ്, കട ബന്ദിടുകയാണ്, അടയ്ക്കുകയാണ്. കട അടയ്ക്കും. ശഅബാൻ വന്നാൽ തന്നെ കട കച്ചവടം പൂട്ടാൻ. താബികളിൽപ്പെട്ട അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു, അല്ലാഹുവിന്റെ ഒക്കെ ദറജ ഉയർത്തട്ടെ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഇൻകബാലൽ മസാഹിഫി, മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീഴുകയാണ്. മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീണ് കിടന്ന് ഉറങ്ങല്ല, പിന്നെന്താ? ഖുർആൻ ഓതുന്നതിനാണ് മഹാന്മാർ അങ്ങനെ പ്രയോഗിച്ചത്.
മഹാനായ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാനൽ മുസ്ലിമൂന മുസ്ലിമീങ്ങളായിരുന്നു ഇദാ ദഖല റജബുൻ ഇദാ ദഖല ശഅബാൻ ശഅബാൻ മാസം വന്നാൽ ഇൻകബ്ബു അലൽ മസാഹിഫ് മുസ്ഹഫിന്റെ മേൽ മുഖം കുത്തി വീഴും. വഹും യഖറഊനൽ ഖുർആന മറാത്തിൻ ബഅദ മറാത്ത്, ധാരാളം പ്രാവശ്യം ഖുർആൻ ഇങ്ങനെ കറാത്ത് മറാത്ത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കും. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖത്മ് തീർക്കും അർത്ഥം. മാഷാ അല്ലാഹ്. എപ്പോഴാ? ശഅബാൻ ആകുമ്പോൾ തന്നെ. റമദാൻ എങ്ങനെ വരവേൽക്കണം, പരിശുദ്ധ റമദാൻ എങ്ങനെ നമുക്ക് സ്വീകാര്യമാക്കണം എന്നാണല്ലോ നമ്മുടെ ചിന്ത. ഒന്ന് നിസ്കാരം കറക്റ്റ് ആക്കണം, ഖുർആനോത്ത് കറക്റ്റ് ആക്കണം, ഒക്കെ ഇപ്പോഴേ തുടങ്ങണം. അത് റമദാൻ ആവട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോഴേ മുസാഫൊക്കെ തുടച്ച് മാറ്റി വെച്ചിരിക്കുക. റമദാൻ എടുക്കാം കേട്ടോ ഹാജിയാരെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. അതല്ല വേണ്ടത്, ഇപ്പോഴേ ഓതി തുടങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോഴേ നിസ്കാരങ്ങൾ കറക്റ്റ് ആക്കണം. നേരത്തെ ബഹുമാന്യരായ നമ്മുടെ ഉസ്താദ് മുദ്രിസ് ഉസ്താദ് സൂചിപ്പിച്ച് അവസാനം നിർത്തിയതും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് നിർബന്ധമാക്കപ്പെട്ടതാകുന്ന ഫർളായ നമസ്കാരങ്ങളെ കൃത്യത വെക്കുന്നുണ്ടോ, അവൻ തീർച്ചയായും അല്ലാഹുവിലേക്ക് അടുക്കും. ഫർളുകൾ കറക്റ്റ് ആകുമ്പോൾ റബ്ബിലേക്ക് അടുക്കുക. ആ ഫർളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 5 വഖത്ത് നമസ്കാരങ്ങൾ പുരുഷന്മാർ ജമാഅത്തായി പള്ളികളിലും സ്ത്രീകൾ അവരുടെ നമസ്കാരങ്ങൾ വീടിന്റെ അകത്തലങ്ങളിലും ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചാൽ തന്നെ പകുതിയായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയാണ് സുന്നത്തുകളെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സുന്നത്തുകളെ ശ്രദ്ധിക്കണം. മസാല അബ്ദി ബിന്നവാഫിൽ യഖറുബു ഹത്താ അകൂന ലഹു യദവ അർജുലാ. സുന്നത്ത് നമസ്കാരങ്ങൾ പിന്നീട് അങ്ങനെ അധികരിപ്പിക്കണം. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണല്ലോ റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയാം. ആ സുന്നത്തുകളെ പിന്നീട് ഗൗനിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തുകളാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. ഞാൻ എപ്പോഴും എൻ്റെ വാദുകളിൽ ഉണർത്താറുള്ളതാണ്. സുബഹിയുടെ ബാങ്ക് വിളിച്ചാൽ ഉടനെ ഉള്ള 2 റക്അത്ത് സുന്നത്ത്. ഉസല്ലി സുന്നത്ത് സുബഹിയിൽ ഖബലിയത്തി റക്അത്തിൻ ലില്ലാഹി തആല. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന നിയ്യത്ത് ചെയ്ത് ഫാത്തിഹ സൂറത്ത് അലം നശ്റഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്ത്. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ അലം തറ കൈഫ സൂറത്തുൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ നിസ്കരിക്കണം. എന്താ അങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ സല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ. ആരെങ്കിലും സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അലം അലം എന്ന് തുടങ്ങുന്നതായ സൂക്തങ്ങൾ കൊണ്ട് നമസ്കരിച്ചുവോ, 1ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന സൂക്തം കൊണ്ടും 2ാമത്തതിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂക്തം കൊണ്ട് നമസ്കരിച്ചുവോ, ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ. അന്നത്തെ ദിവസം ഒരു വിഷമമോ ദുഃഖമോ പ്രയാസമോ ഒരു വേദനാജനകമാകുന്ന വാർത്ത മൂലം അവൻ ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാസൂർ മൂലക്കുരു പോലെയുള്ള അസുഖങ്ങൾക്ക് വരെ ശമനമാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വേദനകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അല്ലാഹു അവന് നൽകൂല. എങ്ങനെ നിസ്കരിക്കണം? സുബഹിയുടെ സുന്നത്ത് ഏത് രീതിയിൽ നിസ്കരിക്കണം? ഫാത്തിഹ അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആദ്യ റക്അത്തിൽ തന്നെ. 2ാമത്തിൽ ഫാത്തിഹ അലം തറ കൈഫ സൂറത്തുൽ ഫീൽ. അതോടൊപ്പം തന്നെ ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതി നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? നമ്മളൊരു വാദിന്റെ മജ്‌ലിസിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അമലിന് വേണം. അതിനാണ് ഇടയിൽ ഇത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നവരുണ്ട്? നോക്കി ആരൊക്കെ ഉണ്ടെന്ന് കൈ ഉയർത്തിക്ക്. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ചിലരൊക്കെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉറങ്ങിയെന്ന് തോന്നുന്നു. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നിസ്കാരം എന്ന് പറയും നമ്മൾ തമാശയായിട്ട് കാണണ്ട. പഴയ കാലഘട്ട വാദുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഇത്തരത്തിലുള്ള വാദുകളാണ്, ഇത്തരത്തിലുള്ള നസീഹത്തുകളായിരുന്നു. ഇതൊക്കെ പോയി. വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ തലത്തിലും നമുക്ക് വിജയിക്കാൻ കാരണമായി തീരും. കാരണം ഒരു മുഅ്മിനും കാഫിറിനും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി അടയാളം എന്ന് പറയുന്നത് ഏതാ? നിസ്കാരമാണ്. അലാമത്തുൽ മുഅ്മിനി വൽ കാഫിരി ബൈനൽ മുഅ്മിനി വൽ കാഫിരി അസ്സലാ. മുഅ്മിനിന്റെയും കാഫിറിന്റെയും അവിശ്വാസികൾക്കിടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി നിസ്കാരമാണ്. നിസ്കരിക്കുന്നത് കാണുമ്പോഴാണ് അവ മുഅ്മിൻ എന്ന് മനസ്സിലാക്കുക.
ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട അമലും എല്ലാ ദിവസവും അനുവർത്തിക്കേണ്ട അമലും അത് തന്നെയാണ്. 17 റക്അത്താണ് ഒരു ദിവസം. എല്ലാ ദിവസവും ഫർള് നമസ്കാരങ്ങളിലൂടെ തന്നെ നമ്മൾ അല്ലാഹുവിലേക്ക് മുറുകേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അതിനോട് തുടർത്തിക്കൊണ്ട് വരണം. ദുഹാ നമസ്കാരം എല്ലാ ദിവസവും 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്ന ശീലം നമുക്കുണ്ടാവണം. രാവിലെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു, wudu എടുത്ത് എന്തായാലും കുളിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ wudu ചെയ്യും. കുളിക്കുന്നതിന് മുമ്പാണ് wudu ചെയ്യേണ്ടത്. പലപ്പോഴും കുളി കഴിഞ്ഞിട്ടാണ് പലരും ചെയ്യുക. അങ്ങനെയല്ല, കുളിക്കുന്നതിന് മുമ്പ് wudu സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ്. പിന്നെ കുളിക്കിടയ്ക്ക് അവന്റെ wudu പോയാൽ വീണ്ടും wudu പുതുക്കണം, wudu പുതുക്കണം. അങ്ങനെ wudu എടുത്തതിന് ശേഷം കൊണ്ട് ഇറങ്ങി നല്ല റാഹത്തായിട്ട് 2 റക്അത്ത് ദുഹാ നമസ്കരിക്കട്ടെ. രാവിലെ തന്നെ നല്ല റാഹത്തായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കട്ടെ. ദുഹാ നമസ്കാരം വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ കഴിഞ്ഞ റമദാനിൽ പലരും ചെയ്തതാണ്. പിന്നെ റമദാൻ കഴിഞ്ഞപ്പോൾ മതിയാക്കി. കഴിഞ്ഞ റമദാനിൽ പലരും വിത്ർ നമസ്കരിച്ചവരാണ്, അല്ലേ? വിത്ർ നമസ്കരിക്കാത്ത ആളുകൾ കുറവാണ്. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഓതി, 2-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതി, സലാം വീട്ടി അടുത്ത ലാസ്റ്റ് റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ചില ആളുകൾ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മാത്രം കൊണ്ട് മതിയാക്കും. അങ്ങനെയല്ല. സുന്നത്ത് എങ്ങനെയാണ്? അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. 3 ഓതി നിസ്കരിക്കണം. അങ്ങനെ തന്നെയാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഏറ്റവും കുറഞ്ഞ രൂപം 1 റക്അത്താണ്. പൂർണ്ണമായ രൂപം 3 റക്അത്ത്. പരിപൂർണ രൂപമാണ് എത്ര? 11 റക്അത്ത്. അത് നമസ്കരിക്കുന്ന ആളുകളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണ്ടേ? നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് എന്താ ഹാജിയാരെ ഇതുവരെ തുടർത്തിക്കൊണ്ട് വന്ന ഒരു അമലെന്ന് ചോദിച്ചാൽ ആകെ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തു വരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? സുബഹി കഴിഞ്ഞ് ഉറങ്ങും. അതാ ഇപ്പൊ ആകെ ഉള്ളത്. ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. വിത്ർ നമസ്കരിക്കുന്നില്ല, അവ്വാബീനില്ല, സുന്നത്ത് നമസ്കാരങ്ങളില്ല, ദുഹാ നമസ്കാരം ഇല്ല, ഒന്നുമില്ല. എല്ലാം പോയി. ആകെ നമുക്കുള്ള തഹജ്ജുദും പോയി. മറ്റേത് തഹജ്ജുദ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ച, അപ്പൊ അതും ഇല്ലല്ലോ. അത്താഴം കഴിക്കാൻ എഴുന്നേക്കാത്തോണ്ട് അതും പോയി. ആകെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങാണ് ഇപ്പോഴും. വാപ്പായും ഉമ്മായും മക്കളും എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, ജമാഅത്തായിട്ട് ഉറങ്ങുക. ഒരു 8 മണി വരെ ഉറക്കം. ചിലപ്പോൾ സുബഹി പോലും ഇല്ല. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടിൽ ബറക്കത്ത് പരിപൂർണമായി ഇല്ലാതാക്കി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. സുബഹി നിസ്കരിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ബറക്കത്ത് എടുത്തു കളഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം, സഹോദരിമാരെ ശ്രദ്ധിക്കണം. സുബഹി നമസ്കാരം ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു മാറ്റിയിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൗമുൻ സല്ലു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തതുലു അശ്ശംസു തഅദിലു ഉംറതൻ താമതൻ താമ്മാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവ്വൽ വഖത്തിൽ സുബഹി നമസ്കരിക്കുന്നതായ സമുദായം അവർ സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞോടിയാൽ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി കഴിഞ്ഞോടിയാൽ, പരിശുദ്ധമായ യാസീൻ ഓതുന്നവരില്ലയോ, വാഖിയ സൂറത്ത് പാരായണം ചെയ്യുന്നവരില്ലയോ, വറുദുൽ ലത്തീഫ് ഓതുന്നവരില്ലയോ, അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നവരില്ലയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നവരില്ലയോ, അദ്കാറുകളും വിറുദുകളുമായി കഴിഞ്ഞോടുന്നവരില്ലയോ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖൗമൻ സല്ലു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തതുലു അശ്ശംസു തഅദിലു ഉംറതൻ താമതൻ താമ്മാ. പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമേ. ഈ നിലയിൽ സുബഹി നമസ്കരിച്ച് ഉദയം വരെ ദിക്റിലായി കൂടുന്നവർക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി വലിയ തൗഫീഖാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബഹി നിസ്കരിക്കണം, എന്നിട്ട് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞു. അതിനാ പള്ളിയിലേക്ക് കയറുമ്പോൾ തുലൂ എന്ന് പറഞ്ഞ് പ്രത്യേകം ഉദയം എന്നും പറഞ്ഞുകൊണ്ട് സമയം കൊടുത്തിരിക്കുന്നു കേട്ടാ. കാരണം ഈ ഉദയം മനസ്സിലാക്കി ഹാജിയാര് പള്ളിക്ക് അകത്തോട്ട് കയറുന്ന ഹാജിയാര് അതുവരെ അവിടെ ഇരിക്കാനാ. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കണം.
ഇതൊരു തസ്ബീഹ് കഴുത്തിലിട്ടുകൊണ്ട് റൗണ്ട് ചെയ്യുക, പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങുക. എന്നിട്ട് എവിടെയൊക്കെ ഫനായും വസാദും കൊണ്ട് അതിന്റെ കിതാബ് ഓതി കൊടുത്തുകൊണ്ട് ഹാജിയാർ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പള്ളിക്കകത്തിരുന്നിട്ട് ദിക്ർ ചൊല്ലണം. ആ സമയത്ത് ഖുർആൻ ഓതണം. ഉദയത്തിന്റെ സമയം വരെ ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുന്നവന് അള്ളാഹു ഉംറ നിർവഹിച്ച പ്രതിഫലം നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി. ആ സമയത്ത് ഉറങ്ങാനുള്ളതല്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. പുതിയ തലമുറ മുഴുവനും സുബഹിക്ക് ശേഷം ഉറക്കിലാണ്. ഉസ്താദ്, എന്റെ മകനിതാ MA കഴിഞ്ഞവനാണ്, MPhil കഴിഞ്ഞവനാണ്, ഡോക്ടറേറ്റ് എടുത്തവനാണ്, ഒരുപാട് വിദ്യാഭ്യാസം നുകർന്നവനാണ്, അവൻ അനുയോജ്യമായ ജോലിയില്ല. എത്ര വാപ്പമാരാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, എത്ര ഉമ്മമാരാണ് നൊമ്പരപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്നത്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ വാപ്പ, മക്കൾ സുബഹിയുടെ സമയത്ത് കിടന്ന് ഉറങ്ങിയാൽ അവർക്ക് ബറക്കത്തുണ്ടാവൂല, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തില്ലയോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ പടച്ചറപ്പേ, എന്റെ സമുദായത്തിന് പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. എന്റെ സമുദായത്തിന് പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കിട്ടാത്തവരായി മാറുമേ. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പാടില്ല. ഇന്ന് ആണും പെണ്ണും മക്കളും ഒക്കെ ഇരുന്ന് ഉറങ്ങാൻ. പിന്നെ എങ്ങനെ മക്കൾ സാലിഹീങ്ങളാകും? മക്കൾക്ക് എങ്ങനെ ഹൈറായ ജോലി കിട്ടും? എങ്ങനെ ഓർമ്മശക്തി ഉണ്ടാകും? എങ്ങനെ ചിന്താശക്തി ഉണ്ടാവും? എങ്ങനെ പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റും? ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമ സുഖത്തിലേ. ബറക്കത്ത് ജീവിതത്തിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കോളെ. ഉസ്താദിന്റെ വരിക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഉറങ്ങുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് പുതിയ തലമുറ അങ്ങനെയാണ്. പഴയ തലമുറ അങ്ങനെയല്ല. രാവിലെ എഴുന്നേറ്റ് രാവിലെ ജോലിക്ക് പോകും, പണിക്ക് പോകും, പരിപാടിയുണ്ട്. ഇന്ന് പുതിയ ജൂൻ ജനറേഷൻ എല്ലാം രാത്രി 3 മണി വരെ ഉറക്കമൊഴിക്കും. എന്താ ഖുർആൻ ഓതുവാണോ? അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ രാത്രി 12 മണിയാവുമ്പോൾ മൊബൈൽ അടുക്കള വെച്ചിട്ട് റീൽസ് കളിച്ചോണ്ടിരിക്കുക, തെന്നത്താര കളിച്ചോണ്ടിരിക്കുക. റീൽസും ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് വെളുപ്പിച്ച് റാഹത്താക്കിയിട്ട് വേണം 3 മണിക്ക് കിടന്ന് ഉറങ്ങുള്ളൂ. അതുകൊണ്ടെന്നാ ഈ സുബഹി പോയി. രാത്രി മുഴുവനും കള്ളു കുടിച്ച് രസിച്ച് രമിച്ച് നിലകൊള്ളുന്ന യുവാക്കളായി യുവതികളായി നമ്മുടെ തലമുറ മാറിയില്ലേ? അള്ളാഹുവിനെ ഓർക്കാത്ത തലമുറകളായി നമ്മുടെ തലമുറ മാറി. നിസ്കാരമില്ലാത്ത, നോമ്പുകളില്ലാത്ത, ഇബാദത്തുകൾ ശ്രദ്ധിക്കാത്ത, പടച്ചറപ്പിന് വേണ്ടി ഇബാദത്തെടുക്കാൻ താല്പര്യമില്ലാത്ത അഭിനവ തലമുറകളായി നമ്മുടെ തലമുറ മാറിയിരിക്കുക. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ പോക്ക്? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത് വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൂന ഗയ്യാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഒരു സമുദായം ഇതാ കടന്നു വരും കേട്ടോ. അവസാന കാലഘട്ടം എത്തുമ്പോ അവർ നമസ്കാരത്തെ വൃഥാവിലാക്കുകയാണ്, പാഴാക്കുകയാണ്. അല്ലാഹു സ്വലാത്ത്, നമസ്കാരത്തെ പാഴാക്കുന്നവരാണ്. വത്തബഉ ശഹവാത്ത്, സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ഇച്ഛകളെ പിൻപറ്റുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോവുകയാണ്, ഹറാമായ തലത്തിലേക്ക് കാതുകളെ കൊണ്ടുപോവുകയാണ്. ഖുർആൻ കേൾക്കാൻ സമയമില്ല, ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ സമയമില്ല, വാദിന്റെ മജ്‌ലിസിലേക്ക് കടന്നിരിക്കാൻ സമയമില്ല, ഔലിയാക്കൾ ആദരിക്കുന്ന ബഹുമാന
ബഹുമാനിക്കുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട അവരുടെ ഉറൂസുകളോട് താല്പര്യമില്ല. വലിയവരെ കുറിച്ച് തന്നെ മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നതായ ആളുകളില്ലേ, ചെറുപ്പക്കാരില്ലയോ? അള്ളാഹുവിനെ കുറിച്ച് പോലും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ് ദൈവമില്ല എന്ന വാദഗതികളുമായി നിരീശ്വരവാദത്തിലേക്ക് പോയ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ യുക്തിവാദികളുണ്ട്, എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി തള്ളിക്കളയുന്നതായ ആളുകളില്ലയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരങ്ങളെ തള്ളിക്കളയുന്നതായ ആളുകൾ, അതിനെ പിന്തിക്കുന്നതായ ആളുകൾ, അതിനെ ശ്രദ്ധ കൊടുക്കാത്തതായ ആളുകൾ, സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ദേഹേച്ഛകളെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കുന്നതായ ആളുകൾ അവർ തീർച്ചയായും എത്തിച്ചേരുന്നത് നരകത്തിൻ്റെതായ ഒരു വലിയ ഭാഗത്താണ്, ഒരു ചെരുവിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് വയ്യ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാദിം ഫീ ജഹന്നമ, കത്തിച്ചൊലിക്കുന്ന ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ചെരുവാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് അവരെ അള്ളാഹു വലിച്ചെറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് അല്ലാഹുഹ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മഅനാഹ ഐ അല്ലാഹുഹ, നമസ്കാരത്തെ പരിപൂർണമായി ഇല്ലാതാക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഐ അല്ലാഹുഹ, നമസ്കാരത്തെ പരിപൂർണമായി ഒഴിവാക്കുന്നു എന്നല്ല അർത്ഥം. മറിച്ച് എന്താണ്? അഖറുഹ അന്നൗഖാതിഹ, നമസ്കാരം അതിന്റെ യഥാർത്ഥ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇമാമു താബീനാണ്, താബീങ്ങളുടെ നേതാവാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാ അല്ലാഹു സ്വലാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാ യുസല്ലി അൽ-ളുഹറ حتى يأتي العصر وألا يصلي العصر حتى يأتي المغرب وألا يصلي المغرب حتى يأتي العشاء وألا يصلي العشاء حتى يأتي الفجر وألا يصلي الصبح إلى طلوع الشمس. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ളുഹർ നമസ്കാരം അസർ വരെ പിന്തിക്കുന്ന ആളുകളാണ്, അസർ നമസ്കാരത്തെ മഗ്രിബ് വരെ പിന്തിക്കുന്ന ആളുകളാണ്, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിക്കുന്നവരാണ്, ഇശായിനെ സുബ്ഹി വരെ പിന്തിക്കുന്നതായ ആളുകളുണ്ട്. അത്തരക്കാരായ ആളുകളാണ് ഫസൗഫ യൽഖൗന ഗയ്യാ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ മാത വഹുവ മുസ്സിറുൻ അലാ ഹാദിൽ ആലാ, ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ഈ രീതിയിലാണ് അവൻ മരണപ്പെടുകയും ചെയ്താൽ, വലം യതൂബ ഇലല്ലാഹി തൗബതൻ നസൂഹാ, അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്യാതെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എങ്കിൽ, എല്ലാ ദിവസവും സുബഹി നമസ്കരിക്കുന്നത് അവനതാ സൂര്യനതാ ഉദിച്ചതിന് ശേഷമാണ്, എല്ലാ ദിവസവും സുബഹി നമസ്കരിക്കുന്നത് ഇതേ രീതിയാണ്. എല്ലാ ദിവസവും ളുഹർ നമസ്കരിക്കുന്നത് അസറിലേക്ക് പിന്തിച്ചിട്ടാണ്, എല്ലാ ദിവസവും അസർ നമസ്കരിക്കുന്നത് മഗ്രിബിലേക്ക് പിന്തിച്ചിട്ടാണ്, എല്ലാ ദിവസവും മഗ്രിബ് നമസ്കരിക്കുന്നത് ഇശായിലേക്ക് പിന്തിച്ചിട്ടാണ്, എല്ലാ ദിവസവും ഇശാ നമസ്കരിക്കുന്നത് വളരെ വൈകിയാണ്. ഈ രീതിയിൽ ആരെങ്കിലും നമസ്കരിക്കുന്നവരുണ്ടോ? വമൻ സല്ലല്ലാഹ കദാ, ആരെങ്കിലും ഈ രീതിയിൽ നമസ്കരിക്കുകയും വലം യതുബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാതെയാണ് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എങ്കിൽ, അല്ലാഹു അവന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നരകത്തിൻ്റെതാകുന്ന വാദിയായ വയ്യെന്ന് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു കാക്കും. 马拉巴塔，那个的 ഒരു ചെരുവ് അല്ലാഹു അവന് കൊടുത്തു.
വലിയ വിഷയമാണത്, ചെറിയ കാര്യമല്ല. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം എന്താണ്? പിന്തിച്ച് നിസ്കരിക്കുക. അങ്ങനത്തവന്റെ കാര്യം ഇപ്പൊ പറയുന്നു. അവന് നരകത്തിന്റെ ഒരു ഭാഗം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാത്തവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബി നാരി ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ വാതിക്കൽ അവന്റെ പേര് എഴുതുകയാണ്. മിമ്മയദുഖുലഹാ, ആ നരകത്തിൽ പ്രവേശിപ്പിക്കേണ്ടവനാണ് അവനെന്ന അർത്ഥത്തിൽ നരകത്തിൽ എന്നെ തുടക്കത്തിൽ തന്നെ അവന്റെ പേര് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ വാതിൽക്കൽ തന്നെ അവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഹാജിയാര് ബാ ഇങ്ങോട്ട് പോരെ, ഹാജിയാരെ വിളിച്ചേ. ഹാജിയാരുടെ പേരെയാണിത്. ഏത്? നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനഃപൂർവ്വം ഉപേക്ഷിച്ചാലുള്ള അവസ്ഥയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ആളുകളുണ്ട്. ഇന്ന് നിരീശ്വരവാദത്തിലേക്ക് പോകണല്ലോ, യുക്തിവാദത്തിലേക്ക് പോകണല്ലോ. കള്ളുകുടിച്ചും ലഹരി നുണഞ്ഞും പടച്ചറബ് ഇല്ല എന്ന വാദഗതികൾ ഉന്നയിക്കുന്നത് പുതിയ തലമുറയിലേതാകുന്ന യുവാക്കളും യുവതികളുമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എത്ര ചെറുപ്പക്കാരാണ്, എത്ര ആളുകളാ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പരാജയത്തിന്റെ അഹലുകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ട ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആയിൽ ആമീൻ പറഞ്ഞ് നിലകൊള്ളുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ശേഷം ചോദിക്കുകയാണ്, അതദറൂന മൻ ശഖിയുൽ മഹ്റൂം, അതദറൂന മൻ ശഖിയുൽ മഹ്റൂം, ആരാണ് ഈ പരാജയത്തിന്റെ വാഹകർ എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? ഫഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയെ, അറിയിച്ചു നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മേളിക്കാത്ത സർവ്വ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെടുന്നതായ ഏറ്റവും വലിയ പരാജയത്തിന്റെ പടുകുഴിൽ അകപ്പെട്ടു പോയവന് ആരെന്നറിയുമോ? താരിഖു സ്വലാ, താരിഖു സ്വലാ. മുഴങ്ങുന്നത് കേട്ടിട്ട് നമസ്കാരത്തെ വൃഥാവിലാക്കി കളയുന്ന സഹോദരങ്ങളില്ലയോ? അതിനെ നിസാരവൽക്കരിക്കുന്ന സഹോദരിമാരില്ലയോ? അവരാണ് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ ബാഗ് തോളിലെടുത്ത് വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് തിരിക്കുന്ന എത്രയോ സഹോദരിമാര് ളുഹറില്ല, അസ്റില്ല, നമസ്കാരമില്ല. മഗ്രിബിന്റെ സമയത്ത് വന്നാൽ പോലും നമസ്കാരത്തെ ശ്രദ്ധ വെക്കുന്ന ആളുകളില്ല. മോളെ നിസ്കരിക്കൂ എന്ന് ഉമ്മ പറയുമ്പോ എനിക്ക് അശുദ്ധിയാണെന്ന് കളവ് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ പിന്തിക്കുന്നതായ എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്. ഭർത്താവ് ഭാര്യയോട് പറയാണ് നിസ്കരിക്കൂ എന്ന് പറയുമ്പോ കളിതമാശയിൽ ഏർപ്പെട്ടുകൊണ്ട് എനിക്ക് പീരീഡാണ്, എനിക്കിപ്പോൾ നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് നിസാരവൽക്കരിക്കുന്നതായ എത്രയോ സഹോദരിമാരുണ്ട്. ആഖിറം നഷ്ടമാ, പരലോകം അദാബാണ്, അദാബാണ്. നമസ്കരിക്കാത്തവന്റെ പേരിൽ തന്നെ പ്രത്യേകമായി നരകത്തിന്റെ വാതിൽ അല്ലാഹു എഴുതി വച്ചിരിക്കുകയാണ്. നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗാവകാശികളെ നരകത്തിന്റെ വാഹകരോട് ചോദിക്കുന്ന രംഗത്തെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. നാളെ നരകത്തിന്റെ വാഹകര് നരകത്തിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്നത് കാണുമ്പോ ഈ ദുനിയാവിൽ അവർ വിജയികളാണെന്ന് തെറ്റിദ്ധരിച്ചതായ സ്വാലിഹീങ്ങൾ അവരിതാ നരകത്തിൽ പ്രവേശിച്ചത് കാണുമ്പോ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, എന്താണ് ഈ സഖർ എന്ന നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? ഈ നരക കൊണ്ടാരത്തിലേക്ക് അല്ലാഹു നിങ്ങളെ വലിച്ചെറിയാനുള്ള കാരണം എന്താണ്? ഖാലൂ ലം
നകു മിനൽ മുസല്ലീൻ ലം നകു മിനൽ മുസല്ലീൻ. നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതായ ആളുകൾ ആ നരകത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, നമസ്കാരത്തെ ശ്രദ്ധ വെക്കുന്നവരായിരുന്നില്ല. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ ബാങ്കിനെ തൃണവൽഗണിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, അതിനെ ശ്രദ്ധിക്കാതെ പോയവരാണ്. അതുകൊണ്ട് കാരണത്താലാണ് ഞങ്ങളെ ഈ സഖർ എന്ന നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതെന്ന് നരകാവകാശികൾ പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ബാങ്ക് നിസ്സാരമാക്കി കളയുന്ന മുസ്ലിമേ, ബാങ്കിനെ നിസ്സാരവൽക്കരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാതിലേക്ക് ഈയമൊരുക്കി വലിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅൻ തംതലി ഔദനാ ഇബ്നി ആദമ റുസാസൻ മുദാബാ മിൻ അയ്യസ്മഅ ഹയ്യ അലാ സ്വലാഹ് വ ഹയ്യ അലൽ ഫലാഹ് ثم لا يجيب. ഈ ദുനിയാവിൽ ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ കാതുകളിലേക്ക് അലയൊലി കൊള്ളുമ്പോ ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരൂ, വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുകൾ മുഴങ്ങുമ്പോ ആ ബാങ്കിനെ നിസാരവൽക്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, അതിന് ഉത്തരം കൊടുക്കാത്തവരുണ്ടോ, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാത്തവരുണ്ടോ, വീടിനകത്തലങ്ങൾ അവ്വല് വഖത്തിൽ നമസ്കരിക്കാതെ സീരിയൽ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ, സിനിമാ പാട്ടുകളെ രാഗത്തോടുകൂടി കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെയും പകൽ സമയങ്ങളിലും ബാങ്ക് വിളിക്കുന്ന നേരത്തെ അതിനെ ഗൗനിക്കാതെ പോകുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൻ തംതലി ഔദനാ ഇബ്നി ആദമ റുസാസൻ മുദാബാ. സ്ഫടികമുരുക്കിയവന്റെ ചെവിയിലെ കൊഴിക്കലാണ് ബാങ്ക് കേട്ടിട്ട് ഉത്തരം കൊടുക്കാതിരിക്കുന്ന മനുഷ്യന്റെ കാതിലേക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് അവന് വേണ്ടി നൽകുന്നതായ ശിക്ഷയാണ്. ബാങ്കിനെ നിസാരവൽക്കരിക്കുന്നവരെ നാളെ ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ചാൽ തന്നെ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ തകല്ലമ ബൈനൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ കലിമ ഉച്ചരിക്കാൻ സാധ്യമല്ല. സക്കറാത്തിന്റെ ഹാലിൽ വല്ലാതെ പ്രയാസപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഴയ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് പുതിയ കാലഘട്ടം ബാങ്ക് വിളിക്കുമ്പോഴും ഓളിയും കൂട്ടി വെച്ചേക്കാം. ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് കേൾക്കണ്ട, ഓളിച്ചിരി ഓളിയും സിനിമാ പാട്ടിച്ച് ഓളിച്ചിരുന്നോട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരാളോടും വെറുപ്പും വിദ്വേഷവും വൈരവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ റമളാൻ നമുക്ക് കിട്ടുകയുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം വേണം. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടണമെങ്കിൽ തന്നെ വാപ്പാ ഉമ്മാടെ പൊരുത്തം വേണം. അവരെ വേദനിപ്പിക്കുന്നവരാകാൻ പാടില്ല. കുടുംബബന്ധം ചേർക്കുന്നവരാകണം. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം. അവർക്ക് റമളാൻ ഒരിക്കലും കിട്ടൂല ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവർ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാർ, ലഹരി നുണയുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ ചെറുപ്പക്കാർക്കിടയിൽ വല്ലാതെ കൂടി വരിക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഈ ദുനിയാവിൽ ആരെങ്കിലും കള്ളു കുടിച്ചാൽ ഇന്നലല്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖംറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, പാൻപരാഗ് അടിക്കുന്നവരെ, ഹശീഷ് ഉപയോഗിക്കുന്നവരെ, MDMA-യും LSD-യും അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളും സിന്തറ്റിക് ലഹരികളുമൊക്കെ ഉപയോഗിക്കുന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ സഹോദരി, നാളെ ആഖിറത്തിൽ പടച്ചറപ്പ് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു പാനീയം നൽകുമത്രേ. എന്താണ് അതിന്റെ പേര്? തീനത്തുൽ ഖബാൽ. തീനത്തുൽ ഖബാൽ എന്ന ഒരു ബ്രാൻഡ് നാളെ നിങ്ങൾക്ക് നൽകും. പ്രത്യേകം ചോദിച്ചു വാങ്ങിച്ചോണം. ഇവിടെ കള്ളു കുടിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്കില്ല കേട്ടോ.
അവിടെ ചെല്ലുമ്പോൾ ആ ബ്രാൻഡ് ഒന്ന് അവിടെ പോയി മലക്കളോട് ചോദിക്കണം, തീനത്തുൽ ഖബാർ ഒരു കുപ്പിയും എടുത്ത് അടിക്കാനായിരുന്നു ഉസ്താദ് പറയുന്നത് കേട്ടായിരുന്നു. ചോദിച്ചു വാങ്ങിച്ചു. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും കള്ളു കുടിക്കുന്നവൻ, ലഹരി നുണയുന്നവൻ, MDMA LSDയും ഒക്കെ അടിച്ച് സ്വന്തം മാതാവിനെ പോലും കൊടുവാള് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തി അരുംകൊല ചെയ്തതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരുള്ള കാലഘട്ടമാണ് നമ്മുടെ കേരളം. എന്തിനാണ് മോനെ ഈ നീചവൃത്തി ചെയ്തത് എന്ന് ചോദിക്കുമ്പോ, എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഞാൻ കൊല നടത്തിയത് എന്ന് കൊടുവാള് കൊണ്ട് വെട്ടി നുറുക്കി കൊന്നതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ലോകത്തോട് വിളിച്ചു പറയുക. എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത്? വിദ്യാർത്ഥിയുടെ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് അധ്യാപകൻ അവനെ ശാസിക്കുമ്പോ പുറത്തോട്ടിറങ്ങി നിന്നെ കാണിച്ചു തരാമടാ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുള്ളതാകുന്ന കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അധ്യാപകരോട് പറയാ, ഈ പുറത്തോട്ടിറങ്ങി നിന്നെ ഞാൻ തീർത്തു തരാം. അള്ളാണ് നിന്നെ ഞാൻ തീർക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സ്വന്തം പിതാവിന്റെ പുറത്തു വന്നടിക്കുന്നതാകുന്ന മറ്റൊരു ചെറുപ്പക്കാരന്റെ ചിത്രവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ലഹരിയുടെ ലോകം എവിടം വരെ എത്തിച്ചേർന്നു. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലം കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് നബിയെ വെച്ച് പുലർത്തേണ്ടത് എന്ന് ഒരനുയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ 3 വട്ടം നബി തങ്ങൾ ചൂണ്ടിപ്പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ്, നിന്റെ മാതാവിനോടാണ്. 4മതായി നബി തങ്ങൾ പറഞ്ഞത്, അഥവാ ഉമ്മ കഴിഞ്ഞാൽ അടുത്തത് നിന്റെ പിതാവിനോടാണ്. എന്താണ് 3 വട്ടം ഉമ്മയെ പറയാനുള്ള കാരണം? 3 സ്ഥാനം ഉമ്മയ്ക്ക് വാപ്പയേക്കാൾ കൂടുതലുണ്ട്. തഴവാ ഉസ്താദ് ലോകരെ പഠിപ്പിക്കുകയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന് നിന്നെ കൊണ്ട് നടന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. തീർന്നില്ല. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. നിന്നെ നൊന്ത് പ്രസവിച്ചത് പ്രിയപ്പെട്ട മാതാവാണ്. അതുകൊണ്ട് 2ാം സ്ഥാനവും ഉമ്മയ്ക്ക് തന്നെയാണ്. തീർന്നില്ല. പാലം കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. നിന്നെ നൊന്ത് പ്രസവിക്കുക മാത്രമല്ല, 2 വർഷത്തോളം മുലപ്പാൽ നൽകി താരാട്ടുപാടി രാഗത്തോടുകൂടി നിന്നെ ഉറക്കിയത് പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ 3 കാര്യങ്ങളും വാപ്പ ഒഴിവാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയെ പ്രത്യേകമായി ഗൗനിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, ആ ഉമ്മ ജന്മം നൽകിയതിന് ഉമ്മയെ കൊടുവാട് കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ട് അരുംകൊല നടത്തുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് മാറിയില്ലേ? ഉള്ളിൽ കിടക്കുന്ന സിന്തറ്റിക് ലഹരി, രാസലഹരി എത്രത്തോളം ജനങ്ങളെ മലീമസമാക്കുകയാണ്. ഇന്ന് നമ്മുടെ തലമുറ ഉപയോഗിക്കുന്നത് കള്ളല്ല, കള്ളൊക്കെ മാറി. ഇന്ന് MDMA LSDയും അടക്കമുള്ള മാരകമാകുന്ന സിന്തറ്റിക് ലഹരികളാണ്, രാസലഹരികളാണ്. MDMA എന്ന് പറയുന്ന പഞ്ചസാര തരി പോലെയുള്ള വെള്ളത്തരിയാണ്. ഇത് നാക്കിനടിയിലേക്ക് വെച്ചാൽ 16 മണിക്കൂറാണ് അതിന്റെ ഉന്മാദം നിൽക്കുക. ലഹരി എത്ര നേരം ഉണ്ടാവും? 16 മണിക്കൂറാണ് ശാസ്ത്രം പറയും. മാത്രമല്ല 48 മണിക്കൂറിനുള്ളിൽ ഇവൻ ഇതിന് അഡിക്റ്റ് ആവുകയാണ്. പിന്നെ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആവും. അപ്പൊ സ്വന്തം ഉമ്മയെ കൊല്ലും, ഉമ്മാടെ താലിമാരെടുത്ത് പണയം വെക്കും, വേണേ കൊണ്ടേ വിൽക്കും, അപ്പാടെ പോക്കറ്റ് അടിക്കും, അപ്പാടെ കൂമ്പിനിടിക്കും. പൈസ വന്നില്ലെങ്കിൽ എന്തിനു ചെയ്യും? അടിയും വഴക്കുണ്ടാക്കും, വീട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കും. പാപ്പയും ഉമ്മയും പോലും അറിയാതെ വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കും. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അതാണ് ഉദ്ദേശം, വേറൊരു പണിയില്ല. കാരണം ഈ സാധനം കിട്ടണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ഇതിലിപ്പോ എല്ലാവരും ഉൾപ്പെട്ടു. എന്തിന് നമ്മുടെ മക്കളെ മദ്രസാ വിദ്യാഭ്യാസം കൊടുക്കണം? എന്തിന് നമ്മുടെ മക്കളെ ദീനി വിദ്യാഭ്യാസം കൊടുക്കണം? എന്തിന് നമ്മുടെ മക്കളെ ഇത്തരത്തിലുള്ളതാകുന്ന സ്ഥാപനത്തിലേക്ക് വിട്ട്, ദറസിൽ വിട്ട്, പ്രിയപ്പെട്ടതാകുന്ന മക്കളെ മുഹമ്മദ് അലി ഉസ്താദിന്റെ കീഴിൽ പരിശുദ്ധമായ ദീൻ അഭ്യസിക്കാൻ എന്തിന് നമ്മുടെ മക്കളെ പറഞ്ഞു വിടണം? എന്തിനാണ് മതവിജ്ഞാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ പ്രസക്തമായ ഉത്തരമാണ് ഇന്നത്തെ തലമുറയുടെ പോക്ക്. അല്ലാഹു ആക്കുമാറാവട്ടെ. കാരണം ലഹരിയാണ്, എവിടെയും ലഹരിയാണ്. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അവരുടെ ലഹരി പരിശുദ്ധ ഖുർആനല്ല, അവരുടെ ലഹരി പരിശുദ്ധ ശഅബാൻ മാസത്തിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നമസ്കാരം നിലനിർത്തി ഖുർആൻ ഓതി സ്വലാത്തിന്റെ ആയത്ത് കൊണ്ട് നിർബന്ധമാക്കപ്പെട്ടതാകുന്ന ഈ പവിത്രമായ ശഅബാൻ മാസത്തിൽ പരിശുദ്ധ സലാത്തുകൾ ചൊല്ലിന വിധങ്ങളിലേക്കുള്ള ലഹരിയല്ല. ശഅബാനിലാണ് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്ത് സൂറത്തുൽ ഹസാബിലെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വലാത്ത് സലാം ചൊല്ലണേ എന്നുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന്റെ മേൽ നൽകിയ മാസമാണ് ഈ മാസം. എന്നാൽ സ്വലാത്ത് ചൊല്ലി 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 നബിതങ്ങളിലേക്കൊരു ലഹരി, അതാവുകയാണെങ്കിലും ഓക്കെ. നബിയെ ഇഷ്ടപ്പെടുന്ന ഒരു ലഹരി, അതും ഒരു ലഹരിയാണല്ലോ. ആ ലഹരിയല്ല. നിസ്കരിച്ച് പടച്ചറബിലേക്കൊരു ലഹരി. അഖറബുമായ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കൽ സുജൂദിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ആരെങ്കിലും അങ്ങനെ അടുക്കുന്നുണ്ടോ? സുജൂദിൽ 10 മിനിറ്റ് കിടക്കലുണ്ട്. സുജൂദിലാണ് ഏറ്റവും സ്പീഡിൽ പോകുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, യൻഖുറു കമാ യൻഖുറുൽ ഖുറാബു അദ്ദമ. കാക്ക രക്തം കൊത്തിയെടുക്കുന്നത് പോലെ ചില ആളുകൾ സ്പീഡിൽ വന്നിട്ട് എന്ത് ചെയ്യും? നിസ്കാരത്തെ കുറിച്ച് നബിതങ്ങൾ പറയാം, യൻഖുറു കമാ യൻഖുറുൽ ഖുറാബു അദ്ദമ. കാക്ക രക്തം കൊത്തിയെടുക്കുന്നത് പോലെ അതിന്റെ ചുണ്ടുകൊണ്ട് എടുക്കുക. ഇതാണ് എത്ര കറക്റ്റാണ് നബിതങ്ങൾ പറഞ്ഞത്. ഇതേപോലെ മുനാഫിക്കീങ്ങളായ ആളുകൾ നമസ്കാരം നിർവഹിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ അവസ്ഥ ഇപ്പൊ അതാണ്. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരത്തിലൊന്നും ഒരു ഖുശൂ ഇല്ല. ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം തുമഇനീനത്ത്, അനക്കമടങ്ങുക എന്ന് പറയുന്നത് ഒരു ഫർദിൽപ്പെട്ടതാണ്. ഓരോന്നിനും അനക്കം വേണം. റുക്കൂയിലേക്ക് പോയി നിന്നതിന് ശേഷം അനക്കമടങ്ങിയിട്ട് വേണം എന്ത് ചെല്ലാൻ? സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി 3 വട്ടം. എഴുത്താലിലേക്ക് വരുമ്പോൾ റുക്കൂയിൽ നിന്ന് വരുമ്പോൾ തന്നെ കൈ ഉയർത്തി വരണം. ചില ആളുകൾ അങ്ങനെ ചെയ്യാം. സമിഅല്ലാഹു ലിമൻ ഹമിദാന്ന് പറഞ്ഞ് കൈ താഴ്ത്തിയിട്ടിട്ട് പിന്നെ കൈ ഉയർത്തി താഴ്ത്തണം. അത് തെറ്റാണ്. റുക്കൂയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ എന്ത് വേണം? കൈ ഉയർത്തി വരണം. എന്ത് സമിഅല്ലാഹു ലിമൻ ഹമിദ. അങ്ങനെ അനക്കമടങ്ങി നിന്നതിന് ശേഷമാണ് എന്ത് ചെല്ലേണ്ടത്? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർദി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. അങ്ങനെയാണ്. നമ്മളോ സമിഅല്ലാഹു ലിമൻ ഹമിദ കൈ സുജൂദിലേക്ക് എന്താ പറഞ്ഞത് പോലെ ഇവനെ അറിയാൻ വയ്യ. സുജൂദിലേക്ക് കൂടി ചെന്ന് അനക്കമടങ്ങിയതിന് ശേഷം വേണം എന്ത് വേണം? എന്ത് വേണം? അല്ലാഹു സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി 3 വട്ടം പറയണം. ഇടയിലുള്ള ഇരുത്തം അനക്കമടങ്ങിയതിന് ശേഷം വേണം ദുആ ചെയ്യാൻ. ഏത് ദുആ? 7 വലിയ ദുആ ഉണ്ട് ഇടയിലെ ഇരുത്തത്തിൽ. എത്ര ദുആ ഉണ്ട്? ഒരു ദുആ അല്ല. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എത്ര ദുആ ഉണ്ട്? 7 ദുആ ഉണ്ട്. നമ്മളോ റബ്ബി ഗഫിർലി വർഹംനി ബാക്കിയൊക്കെ പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞു. ഞാനിപ്പോ ഇതൊന്ന് ഓടിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ മാസങ്ങൾ എടുക്കും നമ്മുടെ നിസ്കാരത്തിന്റെ കോലം പറയാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ആ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരുന്നിട്ട് മനസ്സറിഞ്ഞിട്ട് എത്ര പേര് ദുആ ചെയ്തു? ഇതൊക്കെ വലിയ ദുആ. നിസ്കാരത്തിൽ ദുആ രക്കുന്നതിനോളം വരൂല നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. കാരണം അല്ലാഹുമായിട്ടുള്ള മുനാജാത്താണ്. ഇന്നൽ മുഅ്മിന ഇദാ സല്ലൽ അബ്ദു, ഒരു അടിമ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫൈനമാ യുനാജി റബ്ബഹു, അവന്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്ത, റബ്ബുമായി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫലാ യബ്സുഖന്ന മിൻ ബൈനി യദൈഹി വലാ അൻ യമീനിഹി ബൽ അൻ യസാരിഹി. അവന്റെ മുന്നിലേക്ക് അവൻ തുപ്പരുത്, വലതുവശത്ത് തുപ്പരുത്. അങ്ങനെ തുപ്പണം പ്രയാസപ്പെടുകയാണെങ്കിൽ ഇടതുഭാഗത്ത് അവന്റെ കാലിലെ ചുവട്ടിലായിട്ട് വേണം പതുക്കെ തുപ്പാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.